ഇയേഴ്സ് 2025 മഹാരാജാസ് കോളേജ് എറണാകുളം അവരുടെ യുജിയുടെയും പി ജിയുടെയും ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്, ഇവരുടെ ഫീസ് സ്ട്രക്ചർ, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണ സമയത്ത് ഫസ്റ്റ് രജിസ്ട്രേഷനിൽ കൊടുക്കുന്ന ആ ഒരു ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വെബ്സൈറ്റിൽ ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് വരെ ആയിരിക്കും മിക്കവാറും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുക. അതിനുശേഷം പിന്നെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ നടക്കുമ്പോൾ വെബ്സൈറ്റ് നോക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ SMS അയക്കാം. ഏത് രീതിയിലാണ് കോളേജ് ഈ വർഷം ചെയ്യണതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നാൽ അറിയുന്ന, ഒരു മെയിൽ വന്നാൽ അറിയുന്ന ഒക്കെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള പ്രോഗ്രാംസ്, നമുക്കിവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്, അതായത് 5 വർഷത്തെ കോഴ്സും ഉണ്ട്. അതല്ലാതെ സാധാരണ ഓണേഴ്സ് കോഴ്സുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സുകളും ആ കോഴ്സുകൾ ചെയ്യാനുള്ള എലിജിബിലിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ BA അറബിക് ഓണേഴ്സ് ആണെങ്കിൽ നമുക്ക് +2 ഏത് പഠിച്ചവർക്കും എടുക്കാം, പക്ഷേ അറബിക്കിൽ ഒരു വർക്കിംഗ് നോളജ് ഉണ്ടാവണം എന്നുള്ളത് പറയുന്നുണ്ട്. BA ഇംഗ്ലീഷിനും BA ഹിന്ദിക്കും BA മലയാളത്തിനും നമുക്ക് +2 ഏതെടുത്തവർക്കും പഠിക്കാം എന്നുള്ളതാണ്. ഇനി BA സാംസ്കൃത് ഓണേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് സംസ്കൃതത്തിൽ ഒരു വർക്കിംഗ് നോളജ് ഉണ്ടാവണം. ഇനി BA എക്കണോമിക്സ് ഓണേഴ്സിന് നിങ്ങൾ +2 ഏതെടുത്തവർക്കും BA എക്കണോമിക്സ് ചെയ്യാം. ഇനി BA അപ്ലൈഡ് എക്കണോമിക്സ് ഓണേഴ്സ് ആണെങ്കിൽ നമ്മൾക്ക് ST കാറ്റഗറി ആണെങ്കിൽ 55% മാർക്ക് ഉണ്ടാവണം +2. ST ആണെങ്കിൽ 60%, ബാക്കി ഏത് കാറ്റഗറി ആണെങ്കിലും 70% മാർക്ക് +2 ഉണ്ടാവണം ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി അവർ പറയണത്. ഇനി BA ഹിസ്റ്ററി ആണെങ്കിലും ഇസ്ലാമിക് ഹിസ്റ്ററി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും +2 പാസ്സായ ആർക്ക് വേണമെങ്കിലും ഇവിടെ ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാം എലിജിബിലിറ്റി ആയിട്ട്. അതാണ് പറയുന്നത്. ഇനി BA മ്യൂസിക് ഓണേഴ്സ് ആണെങ്കിൽ +2 അല്ലെങ്കിൽ ഈക്വലൻ്റ്, അതുപോലെ തന്നെ ഒരു ബേസിക് നോളജ് ഇൻ കർണാട്ടിക് മ്യൂസിക് ഫ്രം സപ്തസ്വര തുടങ്ങി അലങ്കാര വരെ അറിഞ്ഞിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും BA മ്യൂസിക്കിന് ഇവിടെ ഉണ്ടാവും. ഇനി BSc ബോട്ടണി ആണെങ്കിൽ +2 നിങ്ങൾ ബയോളജി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ടെങ്കിലും പഠിച്ചിട്ടുള്ളവരായിരിക്കണം. BSc കെമിസ്ട്രി ആണെങ്കിലും +2 നിങ്ങൾക്ക് കെമിസ്ട്രി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളവരായിരിക്കണം. മാത്സ് ആണെങ്കിലും മാത്സ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് +2 പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ് ഈസ് കൊമേഴ്സ് ഗ്രൂപ്പിലും അങ്ങനെ നിങ്ങൾക്ക് മാത്സ് പഠിച്ചവർക്കും കൊടുക്കാം. മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇതിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ കൊടുക്കാം +2. ഇനി BSc ഫിസിക്സ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഫിസിക്സ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. സുവോളജി ആണെങ്കിൽ നിങ്ങൾ ബയോളജി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് +2 അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷനിൽ പഠിച്ചിട്ടുണ്ടാവണം. ഇനി BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൊമേഴ്സ്, കൊമേഴ്ഷ്യൽ കറസ്പോണ്ടൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ ജിയോഗ്രഫി, എക്കണോമിക്സ്, ലൈഫ് ഇൻഷുറൻസ് വിത്ത് സെയിൽസ്മാൻഷിപ്പ്, ബാങ്കിങ് വിത്ത് സെക്രട്ടേറിയറ്റൽ പ്രാക്ടീസ്, ബിസിനസ് സ്റ്റഡീസ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇൻഫർമാറ്റിക് പ്രാക്ടീസ്, മാനേജ്മെൻറ്റ്, അക്കൗണ്ടൻസി ആൻഡ് ഓപ്ഷണൽ അണ്ടർ പാർട്ട് 3 ഓഫ് ദ എക്സാമിനേഷൻ. ഇതിൽ ഏതെങ്കിലും അക്കൗണ്ടൻസി ആൻഡ് 2 ഓഫ് ദ ഫോളോയിങ് സബ്ജക്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹയർ സെക്കൻഡറി ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വിത്ത് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി ആൻഡ് എനി 2 ഓഫ് ദ ഫോളോയിങ് സബ്ജക്റ്റ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അപ്ലിക്കൻസ് ഹൂ ഹാവ് പാസ്ഡ് ഹയർ സെക്കൻഡറി ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വിച്ച് അതർ സബ്ജക്റ്റ് അണ്ടർ പാർട്ട് 3 ഓപ്ഷണൽ സബ്ജക്റ്റ് ഫോളോഡ് ദേ ആർ സെക്യൂർഡ് 45% ഓഫ്, അതായത് BCom കൊമേഴ്സ് പഠിച്ചവർക്കാണെങ്കിലും 45% വേണമെന്നുള്ളതാണ് BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു എലിജിബിലിറ്റി ആയിട്ട് അവർ പറയണത് കേട്ടോ. ഓക്കെ, ഇനി ഇൻറ്റഗ്രേറ്റഡ് PG പ്രോഗ്രാം ഇൻ ആർക്കിയോളജി ഇവിടെ വരുന്നുണ്ട്. മെറ്റീരിയൽ കൾച്ചറൽ സ്റ്റഡീസ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ +2 ഏതെടുത്ത് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഇത് ഈ നിങ്ങൾ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ കാണുമ്പോൾ കോമേഴ്സ് പഠിച്ചവർക്ക് വേറെ പഠിക്കാനൊന്നുമില്ല. അതല്ലാതെ ചില കാര്യങ്ങൾ പഠിച്ചവരുടെ കാര്യമാണ് ഇവിടെ ഈ മെൻഷൻ ചെയ്തേക്കുന്നത് കേട്ടോ. കോമേഴ്സ് പഠിച്ചവർക്ക് തീർച്ചയായിട്ടും എടുക്കാം. 45% വേണം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. പക്ഷേ 45%ൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. കുറച്ചും കൂടി നല്ല, നിങ്ങൾക്കറിയാലോ BCom ടാക്സേഷൻ ആൻഡ് ഫിനാൻസ് എപ്പോഴും നല്ല ഇതുള്ള
കോഴ്സാണ്. സോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിലാണ് ഇവിടെ അഡ്മിഷനൊക്കെ കിട്ടുക കേട്ടോ. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ കോളേജസ് നോക്കിയിട്ട് കുട്ടികൾ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി മാർക്ക് കുറഞ്ഞവർക്കൊക്കെ ഇവിടെ ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ +2 നിങ്ങൾ കോമേഴ്സ് എടുത്ത് പഠിച്ചവരാണെങ്കിലും 45% മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിനി ഇവിടുത്തെ നമുക്ക് എല്ലാ റിസർവേഷൻസ്, ഇത് ഗവൺമെൻറ് ഓട്ടോണമസ് ആണ്. സാധാരണ നമ്മൾ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ SC/ST റിസർവേഷനും കമ്മ്യൂണൽ റിസർവേഷനാണ് എയ്ഡഡ് കോഴ്സുകൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ കോഴ്സുകളും എയ്ഡഡ് ആണ്. നമുക്ക് ഒരു 5000 അടുത്ത് വരുന്ന ഫീസ്, നമുക്ക് ഫീസ് സ്ട്രക്ചർ കറക്റ്റായിട്ട് പറയാം നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത്. പിന്നെ ഇയർലി അങ്ങനെ വലിയ ഫീസൊന്നും നമുക്ക് വരില്ല. പിന്നെ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് ഓട്ടോണമസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എയ്ഡഡ് കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ റിസർവേഷൻസും OBC റിസർവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ SC/BCയിലാണല്ലോ OBC വരുന്നത്. അപ്പോൾ SC/BCയുടെ എല്ലാ ഈഴവ, അതുപോലെ തന്നെ OBH, മുസ്ലിം, ക്രിസ്ത്യൻ, അങ്ങനെയുള്ള എല്ലാ റിസർവേഷൻസും ഇവിടെ ഉണ്ട്. SC/STയുടെ റിസർവേഷൻസ് ഉണ്ട്. പിന്നെ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ കോട്ട, അത് എപ്പോഴും ശ്രദ്ധിക്കുക. സ്പോർട്സ് ആൻഡ് കൾച്ചറൽ കോട്ടയിൽ ആദ്യം തന്നെ അലോട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ മിക്ക കോളേജിലും ഉണ്ടാവും. സോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളെ ഫോൺ ചെയ്തൊക്കെ പറയാം. വെബ്സൈറ്റ് നോക്കുന്നതിനോടൊപ്പം തന്നെ ഫോണും നിങ്ങളുടെ അടുത്ത് ഒരു അറിയാത്ത കോളിൽ നിന്നൊക്കെ വന്നാൽ എടുക്കാതിരിക്കരുത്. നിങ്ങൾ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അറിയാത്ത കോളൊക്കെ വന്ന് എടുക്കാതിരിക്കും. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. ഈ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ നിങ്ങളെ ഫോണിലും ഏത് കോളേജസ് വേണമെങ്കിലും വിളിക്കാം. നമുക്കങ്ങനെ ഉറപ്പുണ്ട് എന്നുള്ളതല്ല, ചിലപ്പോൾ അങ്ങനെയും കോളുകൾ വരാം. സോ നിങ്ങൾ ഏത് എന്ന് വന്നാലും എടുക്കുക. പക്ഷേ ശ്രദ്ധിക്കുക, അഡ്മിഷൻ്റെ അല്ലാത്ത പല ഫ്രോഡ് കോളുകൾസ് ഉണ്ടല്ലോ, അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള കോളുകളൊക്കെ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കുണ്ട് EWSൻ്റെ റിസർവേഷനുണ്ട്. പിന്നെ ലക്ഷദ്വീപിലെ കുട്ടികൾക്കുണ്ട്, TGയിലെ കുട്ടികൾക്കുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സീറ്റ് ഫോർ പേഴ്സൺ ഫ്രം ഗവൺമെൻറ് ചിൽഡ്രൻ ഹോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നുള്ള ആ ഒരു റിസർവേഷനും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ റിസർവേഷൻ കിട്ടാനുള്ളത് നമുക്ക് പ്രോസ്പെക്ടസിൽ 7ാമത്തെ പേജിൽ കിടക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഫീസ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവരിത് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഞാൻ പറയാം, ഇതിപ്പോൾ നമ്മളുടെ അടുത്ത് ആപ്ലിക്കേഷൻ നമ്മൾക്ക് സ്വീകരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ മഹാരാജസിൻ്റെ വെബ്സൈറ്റ് വഴി, ഞാൻ ആ ലിങ്ക് ഇവിടെ കൊടുക്കാൻ എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതുവഴി നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും നമ്മൾ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പിന്നെ പ്രിൻ്റ് എടുക്കണം. അത് നമ്മൾ മറന്നു പോകരുത്. രജിസ്ട്രേഷനും ആപ്ലിക്കേഷൻ ഫോമും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മെയിൽ ID, മൊബൈൽ നമ്പറും ഒക്കെ. അതുപോലെ തന്നെ കാറ്റഗറി അവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. ചിലപ്പോൾ SC/ST, അതേഴ്സ്, ലക്ഷദ്വീപ്, മുസ്ലിം എന്നായിരിക്കും കിടക്കുക. സോ നിങ്ങൾ SC/ST ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. നിങ്ങളുടെ റിസർവേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈഴവയാണെങ്കിൽ ഈഴവ എന്ന് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. അതേഴ്സ് അതിലുള്ളതൊന്നുമല്ല എങ്കിൽ നിങ്ങൾ അതേഴ്സ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ കാറ്റഗറി കൊടുക്കണം. SC/ST ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫീസും ഒക്കെ അതനുസരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് SC ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് SC/STക്ക് 100 രൂപയാണ്. 50 രൂപയൊക്കെ കൂടി കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് മഹാരാജസിൽ 50ക്കാണ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ 100 ആയിട്ടുണ്ട്. SC/STക്ക് അല്ലാത്ത എല്ലാവരും തന്നെ 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് മഹാരാജസ് ഇപ്പോൾ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല, അഡ്മിഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ഇൻഡെക്സ് മാർക്കൊക്കെ നോക്കിയിട്ട്, അപ്പോൾ എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് ഓരോ ഇതിനും വ്യത്യാസമുണ്ട്. ഓരോ കോഴ്സിനും ഇപ്പോൾ ഹിസ്റ്ററിയുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ആവില്ല മലയാളത്തിൻ്റെ രീതി ആവില്ല ഫിസിക്സിന്, അല്ലേ? അപ്പോൾ അതിൽ ആവശ്യമുള്ള കോഴ്സുകളുടെ മാർക്കൊക്കെ എടുത്തിട്ടാണ് ആഡ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ആഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവർ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കുക കേട്ടോ. മാക്സിമം മാർക്ക് 1200 കിട്ടിയേക്കുന്ന മാർക്ക്, അതുപോലെ തന്നെ അവർ സ്റ്റാൻഡർഡൈസ് ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബോണസ് മാർക്ക് ഉണ്ട്. NCC NSS ഒക്കെ ഉള്ളവർ ബോണസ് മാർക്കൊക്കെ കൊടുക്കുക കേട്ടോ. അതായത് ഇവിടെ ജവാൻ ഓർ എക്സ് സർവീസ്മാൻ്റെ റിസർവേഷൻ ഉണ്ട് ബോണസ് മാർക്ക്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ NCC NSSൻ്റെയും ബോണസ് മാർക്ക് ഉണ്ട്.
അതായത് NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റോവർ റേഞ്ചർ ഓർ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് സർട്ടിഫിക്കറ്റിനൊക്കെ ഇവിടെ ഇവർ ബോണസ് മാർക്ക് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഞങ്ങൾ ഹാജരാക്കണം. NCCക്ക് 15 മാർക്കാണ് പറഞ്ഞേക്കണത്, ബോണസ് മാർക്ക് പറഞ്ഞേക്കണത്. അതിൻ്റെ ആ ഒരു എത്രയാണ് അതിൻ്റെ അത് കിട്ടണം എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡീഷണൽ മാർക്ക് 5 മാർക്കും കൂടി NCC B സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് ഉണ്ടാവും കേട്ടോ. അതായത് 15 മാർക്ക് നമുക്ക് 75 അറ്റൻഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് കൂടെ. അപ്പം മൊത്തത്തിൽ NCCക്ക് 20 മാർക്ക് ഉണ്ട്. 5 മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ NCC B സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി NSSൻ്റെ ആണെങ്കിൽ 15 മാർക്കാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ രാജ്യ പുരസ്കാർ, ജ്ഞാൻമുദ്ര സർട്ടിഫിക്കറ്റ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒക്കെ ഉള്ളവർക്ക് 15 മാർക്ക് അത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക കേട്ടോ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനും 15 മാർക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ +2-ലായിരിക്കണം കേട്ടോ, അല്ലാതെ 10th ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. 12th നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ, ഉണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ട് അടിക്കുള്ളൂ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാവുക കേട്ടോ. പിന്നെ ചില കാര്യങ്ങൾക്ക് നെഗറ്റീവ് മാർക്കും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം എടുത്തു ഒരു എക്സാം ക്വാളിഫൈ ആവാൻ എന്നുള്ള രീതിയിൽ നെഗറ്റീവ് മാർക്ക് വരും. ഒരു പ്രാവശ്യമാണെങ്കിൽ മാർക്ക് അവിടെ നെഗറ്റീവ് ഒന്നുമില്ല, 2 പ്രാവശ്യമാണെങ്കിൽ 5 മാർക്ക്, 3 പ്രാവശ്യമാണെങ്കിൽ 10 മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് നെഗറ്റീവ് മാർക്കുകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതായത് നമ്മൾ ഇതിൽ തന്നെ ആദ്യത്തെ തന്നെ പാസ്സായി ഇത്രയും മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കൊന്നും കുറയില്ല. ഒരു രണ്ടാമത്തെ തവണയാണ് നിങ്ങൾ എടുത്തേക്കണമെങ്കിൽ പാസ്സായി വെക്കണമെങ്കിൽ 5 മാർക്ക് കുറയും. ആ ഒരു രീതിയിലാണ് നെഗറ്റീവ് മാർക്കുകൾ ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നോ മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. ഇപ്പോൾ പാസ് ഔട്ട് ആയവരാണെങ്കിൽ അങ്ങനെയൊന്നും മാർക്ക് കുറയില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. സെയിം അക്കാദമിക് ഇയർ ബട്ട് 5 മാർക്സ് ഷാൽ ബി ഡിഡക്റ്റഡ് ഇഫ് ഷീ ജസ്റ്റ് റാങ്ക്ഡ് അഡ്മിഷൻ ലിസ്റ്റ് ഓഫ് സക്സീഡിങ് ഇയർ എന്നുള്ള. ആ ഇയറിൽ തന്നെ എഴുതി മാർക്ക് കിട്ടിയേക്കണവരാണെങ്കിൽ മാർക്കൊന്നും കുറയില്ല കേട്ടോ, നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ചില ഇതിൽ ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ നമുക്ക് ഓരോ രീതിയിലും ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ മാർക്ക് ഇൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് +2ൻ്റെ മാർക്ക് ടോട്ടൽ എടുത്ത് പ്ലസ് ചോയ്സ് ദ മാർക്ക് ഇൻ ദ പാർട്ട് 1 ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷിൻ്റെ മാർക്ക് ചോയ്സ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ പിന്നെ വെയിറ്റേജ് എടുത്തിട്ട് 50 മാർക്ക് ആ ഒരു രീതിയിലാണ് ഓരോന്നിൻ്റെയും. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ എല്ലാം പറയൽ നടക്കില്ല. അപ്പോൾ നിങ്ങൾ ഏതാണോ ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഗൂഗിളും ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ വെച്ചേക്കുക. കാരണം ഇവർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ ലിസ്റ്റും ഒക്കെ ഒരു താൽക്കാലികമായിട്ട് ഇടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവർ ഒരു റാങ്ക് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഓരോ കോഴ്സ് വൈസും പിന്നെ SC കാറ്റഗറിയുടെ സെപ്പറേറ്റ് ഒക്കെ ഇടാറുണ്ട്. അത് ആ ഒരു ടൈമിൽ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ റാങ്ക് ലിസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. എലിജിബിലിറ്റി ആദ്യം ഇവരൊരു എലിജിബിലിറ്റി ലിസ്റ്റാണ് ഇടുന്നത്. അത് കാണുമ്പോൾ അതിലുള്ള എല്ലാവർക്കും അഡ്മിഷൻ എന്നുള്ളതല്ല, അപ്ലൈ ചെയ്തവരിൽ നിന്ന് ആ പ്രോഗ്രാമിന് എലിജിബിൾ ആയിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് അവർ ഇടുകയാണ് ചെയ്യണത് കേട്ടോ. അതാ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞത്, മനസ്സിലായോ? ഇൻഡെക്സ് മാർക്കൊക്കെ കറക്റ്റ് ആണോ അതൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യാം കേട്ടോ. ഒരു ടൈം പീരീഡ് അവർ പറയും, അതിൽ ക്ലെയിം ചെയ്യാം. അതിനുശേഷം റാങ്ക് ലിസ്റ്റാണ് ഇടുന്നത്. ഓരോ പ്രോഗ്രാമിൻ്റെയും ഇതായിട്ടുള്ള റാങ്ക് ലിസ്റ്റ്. ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഇടാറുണ്ട്, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് അങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ കൊടുത്തിട്ടുള്ളവർ അത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അതിൽ ഡേറ്റൊക്കെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെബ്സൈറ്റിലെ ഡേറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കുക. പിന്നെ നമുക്കറിയാമല്ലോ അഡ്മിഷൻ ഉറപ്പാവുന്നത് സർട്ടിഫിക്കറ്റുകളുടെ ഫിസിക്കൽ വെരിഫിക്കേഷനും അതുപോലെ തന്നെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലെയിം ആയിട്ടുണ്ടോ, ഫീസ് ആവശ്യമുള്ളത് അടക്കുക എന്നുള്ള രീതിയിലാണ് നമുക്ക് അഡ്മിഷനൊക്കെ ഉറപ്പാകുന്നത്. പിന്നെ ഇവിടെ ആക്സെപ്റ്റ് ഓർ ഡിക്ലൈൻ എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ആ ടൈമിൽ പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറയും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജോ അങ്ങനെയുള്ള കാര്യങ്ങളും വരും. വെബ്സൈറ്റ് റെഗുലറായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങളത് ഓട്ടോമാറ്റിക്കായിട്ട് അലോട്ട്മെൻറ്റിൽ നിന്ന് ക്യാൻസലായി പോകും എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ.
ഇനി പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ, ആപ്ലിക്കൻ ഹു ആക്സെപ്റ്റ് ദ അലോട്ട്മെൻറ്റ് ക്യാൻ ഡൗൺലോഡ് ദ അലോട്ട്മെൻറ്റ് മെമ്മോ ഫ്രം ദെയർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾക്ക് ഹാജരാക്കാനുള്ളതാണ്. ആഫ്റ്റർ അലോട്ട്മെൻറ്റ്സ് ഓൾ ആപ്ലിക്കൻസ് ആൻഡ് ഡൗൺലോഡ് ദ അലോട്ട്മെൻറ്റ് മെമ്മോ ഷാൽ ബി ഡയറക്റ്റഡ് ടു റിപ്പോർട്ട് ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ ഓഫ് ദ കോളേജ്. അതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ തന്നെ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും, വേക്കൻസി അനുസരിച്ചിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ആ ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണണമെന്നില്ല, ചിലപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുകയോ SMS വരികയോ മെയിൽ വരികയോ ഒക്കെ ആയിരിക്കും ചെയ്യുക. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ഫീസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫീ കൺസെഷൻ കിട്ടാനായിട്ട് SC/ST കാൻഡിഡേറ്റ്സ് അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകം ഇൻകം സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട്, കാരണം SC/STക്ക് ഫീ കൺസെഷൻ ഓൾറെഡി ഉള്ളവരാണ്. സോ അവർക്ക് പ്രത്യേകിച്ച് SC/ST ആണെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളുണ്ടല്ലോ, അപ്പോൾ അത് കൊടുത്താൽ മതി. അല്ലാതെ അഡ്മിഷൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ഒരു ഫീ കൺസെഷൻ കിട്ടാനായിട്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കണേ. SC/ST OEC, SC തന്നെ OECയിലുള്ളവർ, OEC STയിലുള്ളവരൊക്കെ അങ്ങനെ ഇൻകം സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല. അവരുടെ ആ റിസർവേഷൻ തെളിയിക്കാനുള്ള എന്തോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെന്നാണ് അല്ലേ ചോദിക്കുന്നത്. ആ ഒരു സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെന്തോ അതിൽ തന്നെ ഇൻകമൊക്കെ പറയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് OBC NCL ആയിരിക്കും OECയിലുള്ള ചിലവർക്കൊക്കെ ആവശ്യം വരിക. അപ്പോൾ അങ്ങനെ ഏതാണോ സർട്ടിഫിക്കറ്റ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രോസ്പെക്ടസിൽ, അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം അതായത് SC ആണ് അല്ലെങ്കിൽ ST ആണെന്ന് പ്രൂഫ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തവർ വീണ്ടും ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞേക്കണം കേട്ടോ. അല്ലാതെ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റും വേണ്ട എന്നുള്ളതല്ല, നിങ്ങളതാണെന്ന് പ്രൂഫ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. അതുപോലെ തന്നെ OBC ആണെങ്കിൽ 30 OBC കമ്മ്യൂണിറ്റി എലിജിബിൾ ഫോർ OEC കൺസെഷൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവർ ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അവർക്ക് 6 ലക്ഷം വരെ ഇൻകം സർട്ടിഫിക്കറ്റ് ആവാമെന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും കുറവ് ഇൻകം കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, അതനുസരിച്ചിട്ടായിരിക്കും ഫീ കൺസെഷൻ കിട്ടുക കേട്ടോ. പിന്നെ KPCRൽ വരുന്ന കുട്ടികൾക്കും ഒരു ഫീ കൺസെഷൻ വരുന്നുണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഫീ കൺസെഷൻ. ആനുവൽ ഇൻകം ഷുഡ് നോട്ട് ബി മോർ ദാൻ 1 lakh എന്നുള്ളതാണ് അവരുടെ കണ്ടീഷൻ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫീസ് ഒന്ന് നോക്കിയേക്കാം. നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തില്ലേ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം, അത് നിർബന്ധമായിട്ട് എടുക്കണം കേട്ടോ. 6 ഫോട്ടോ വേണം, ആധാർ കാർഡ് മാൻഡേറ്ററി ആണ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. അതിന് നിങ്ങൾക്ക് SSLCയുടെ സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ മാർക്ക് ലിസ്റ്റ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, അതായത് H+2ൻ്റെ മാർക്ക് ലിസ്റ്റ്, പിന്നെ TCയും CCയും. നിങ്ങൾ ലാസ്റ്റ് എവിടെയാണോ പഠിച്ചത് ഓർക്കുക, നമ്മളുടെ ഒരു CCക്ക് അതായത് TC കുഴപ്പമില്ല, CCക്ക് നമുക്ക് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ കേട്ടോ. TC കുഴപ്പമില്ല, CC നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറയും മലയാളത്തിൽ, അതിന് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ അഡ്മിഷൻ എടുത്തവരാണ് അല്ലെങ്കിൽ +2 പാസ്സായവരാണ്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 6 മാസം കഴിഞ്ഞിട്ടുള്ള CC ഒക്കെ ആണെങ്കിൽ അതൊന്ന് റിന്യൂവൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ അവിടുത്തെ HM കൊണ്ടോ ഒക്കെ അത് റിന്യൂവൽ ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ NCC NSS ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ക്ലെയിം ചെയ്യുന്ന, അല്ലെങ്കിൽ എന്ത് റിസർവേഷൻ കൊടുക്കുന്നു, കാസ്റ്റ് കമ്മ്യൂണിറ്റി റിസർവേഷനാണോ NCL ആണോ OBC എന്താണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. പിന്നെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് EWSകാരുടെ. പിന്നെ കോഴ്സ് ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കിട്ടിട്ടാണ് വന്നെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത്, +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യണവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ CBSE ICSE ഒന്നും അല്ലാതെ HSC അല്ലെങ്കിൽ VHSC ഒന്നും അല്ലാതെ ഉള്ള ചില ബോർഡുകാരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് എലിജിബിളാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ഫോർ ക്ലെയിമിംഗ് ഫീ കൺസെഷൻ, അത് നേരത്തെ പറഞ്ഞ പോലെ SC/STക്കും OECയിൽ SC റിസർവേഷൻ ഉള്ളവരുണ്ടല്ലോ, ഫീ കൺസെഷൻ ഉള്ളവർ, ST റിസർവേഷനും, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ഓർക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് സ്പോർട്സ് കോട്ടയിൽ ഏതൊക്കെ മെഡൽ കിട്ടിയവർക്ക് എത്ര പോയിൻ്റ് ആണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ കോട്ടയിൽ ഇതും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷൻ ആണെന്ന് അറിയില്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ റിസർവേഷൻ കാറ്റഗറി, SC കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, OBC OECയിലൊക്കെ വരുന്ന കുട്ടികൾ ഏതാണെന്നൊക്കെ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ.
നമ്മൾ OECയിൽ ST ആണെങ്കിൽ അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ട, ഫീ കൺസെഷൻ ഉള്ളവരാണെന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ OEC STയിലുള്ളവർ ആളാറ് അങ്ങനെ കുറേ എനിക്ക് കറക്റ്റ് ഇതിൻ്റെ ഇതറിയില്ല. അപ്പോൾ അത് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങൾ ഏത് കാറ്റഗറിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൺസെഷൻ ഉണ്ടോയെന്ന് ഈ ഒരു ലിസ്റ്റ്, ഇത് പ്രോസ്പെക്ടസ് ആണ്, നോക്കിയാൽ മനസ്സിലാവും. ഇനി ഫീ സ്ട്രക്ചറാണ്. ഫീ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു, SC ST OEC SC OEC STക്കാർക്ക് OBH കമ്മ്യൂണിറ്റി, ചില OBH കമ്മ്യൂണിറ്റിയാണ് കേട്ടോ, അതവിടെ കൊടുത്തിട്ടുണ്ട് അവർ. അത് ഈ പ്രോസ്പെക്ടസിൽ അനക്സ് 8ലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നോക്കുക കേട്ടോ. അവർക്കൊന്നും ഫീ ഇല്ല, ട്യൂഷൻ ഫീസ് ഇല്ല, പിന്നെ വല്ല സ്പെഷ്യൽ ഫീസ് അങ്ങനെയുള്ള ഫീസുകളൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ KPCRൽ വരുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് കുറവ് 1 ലാഖിൽ താഴെയുള്ള കുട്ടികൾക്കും 1225 രൂപ ആവണുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും 1050 രൂപയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് എല്ലാം കൂടി കൂട്ടി ഒരു 4315 രൂപ കൊടുക്കണം. അല്ലാതെ നമുക്ക് വേറെ ഫീസൊന്നും വരില്ല. പിന്നെ ഇയർലി ചില ട്യൂഷൻ ഫീസ് ചിലപ്പോൾ നിങ്ങൾക്കുള്ള സ്കോളർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഇങ്ങോട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്കോളർഷിപ്പുകൾക്കും കൊടുക്കുക കേട്ടോ. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരളയിൽ നൽകുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പണ്ട് തുടങ്ങി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വളരെ മുമ്പ് തുടങ്ങി കൊടുക്കുന്ന സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. അത് നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കോളേജ് ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങളുടെ മിസ്സുമാരൊക്കെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ സാധാരണ അഴിക്കാറുണ്ട്. മഹാരാഷ്ട്രയിലെ കാര്യം എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളത് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ജസ്റ്റ് ഇപ്പോൾ ഈ ഗ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് നിങ്ങൾക്ക് പറ്റണം, നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഈ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളൊന്നും ഇല്ലയെന്ന് കരുതരുത്. കേരള സർക്കാർ നൽകുന്ന വിദ്യാസമുന്നതി സ്കോളർഷിപ്പും അങ്ങനെയുള്ള പല സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഇൻകം കൂടി നോക്കണം. അങ്ങനെയുള്ള സ്കോളർഷിപ്പുകൾക്ക് ഇൻകം നോക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാറ്റഗറിക്കും കൊടുക്കാനുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അല്ലാതെ ഇന്ന കാറ്റഗറിക്ക് മാത്രമൊന്നുമില്ല, എല്ലാവർക്കും സ്കോളർഷിപ്പുകൾ കിട്ടും. അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കി അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇവിടെ BSc ബോട്ടണി ആൻഡ് സുവോളജി എന്ന് പറയുന്ന കോഴ്സിന് നമുക്ക് കുറച്ചും കൂടി ഫീസ് വരുന്നുണ്ട്. പല കോഴ്സിനും പല ഫീസിൽ ചെറിയ വ്യത്യാസങ്ങൾ, വലിയ വ്യത്യാസങ്ങളില്ല. നമുക്ക് എങ്ങനെ വന്നാലും അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു 5000-ൽ താഴെയാണ് ഇത് വരുന്നുള്ളൂ. അതിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് മാത്രമാണ് ഒരു 6000 രൂപ എടുത്ത് റിസർവേഷനൊന്നും ഇല്ലാത്തവർക്ക് വരുന്നുള്ളൂ കേട്ടോ. അവരുടെ ഇയർലി ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് വരുന്നത് 1890 അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം എവിടെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ വെബ്സൈറ്റ് ഒന്ന് എടുത്തു തരാം. ഇതാണ് വെബ്സൈറ്റ്. മഹാരാജാസിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് UG ആൻഡ് PG അഡ്മിഷൻ എന്ന് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ UGയുടെ പ്രോസ്പെക്ടസ്, അത് കാരണം ഞാനിപ്പോൾ എടുത്ത് വായിച്ചത്. ഞാൻ വേണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ചിലപ്പോൾ നിങ്ങൾ തപ്പി വരുമ്പോൾ കിട്ടാൻ കുറച്ച് പാടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ UG PG ആപ്ലിക്കേഷൻ അപ്ലൈ നൗവിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്ലൈ ചെയ്യാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ന്യൂ ആപ്ലിക്കൻ്റ് എന്നുള്ള ഒരു ഇതുണ്ടാവും. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കുള്ളതാണ് സെക്കൻഡ് വൺ. അപ്പോൾ നമ്മൾ ന്യൂ ആപ്ലിക്കൻ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം തന്നെ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് ലോഗിൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇവിടെ ന്യൂ അഡ്മിഷൻ സീക്കേഴ്സ് മസ്റ്റ് ക്ലിക്ക് ടു ന്യൂ യൂസർ രജിസ്റ്റർ എന്നുള്ളിടത്താണ് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ, ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നവർ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ലിങ്ക് എനേബിൾ ആക്കിയിട്ടില്ല. ഓക്കെ, ഐ തിങ്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. ന്യൂ അഡ്മിഷൻ സീക്കേഴ്സ് മസ്റ്റ് ക്ലിക്ക് ഓൺ ന്യൂ യൂസർ രജിസ്റ്റർ ടു പ്രൊസീഡ്. അവിടെ എല്ലാം നമ്മൾ ഒന്നും കൂടി പോവാം അല്ലേ, ബാക്കിലേക്ക്. ഓക്കെ, ഇവിടെയാണ് കേട്ടോ മുകളിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് കേട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഐ ഹാവ് സോഫ്റ്റ് കോപ്പി ഓഫ് മൈ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്, അത് സൈസ് പറയുന്നുണ്ട്. ആ ഒരു സൈസിലുള്ള ഫോട്ടോഗ്രാഫ് നിങ്ങൾ എടുക്കുക. പിന്നെ വാല്യൂ മെയിൽ ID ഉണ്ടാവുക, പിന്നെ മാർക്ക് ഷീറ്റ്. അത് നിങ്ങൾ എല്ലാം ഇപ്പോൾ ഓൾറെഡി കുറേയൊക്കെ അപ്ലൈ ചെയ്തേക്കണേ കൊണ്ട് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റൊക്കെ PDF ഒക്കെ ഉണ്ടാവുമല്ലോ, ഫോട്ടോയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അത് കറക്റ്റായിട്ട് കൊടുത്താൽ മതി. ഇത് ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ഫോം കിട്ടും. നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ പേരും അതുപോലെ തന്നെ
ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ സെൻഡ് OTP എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കണത് നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ഉള്ളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മെസ്സേജൊക്കെ വരാനുള്ള ആ ഫോൺ നമ്പറായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അക്ഷയയിലാണ് ചെയ്യണമെങ്കിൽ, ഫോണിൽ ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, വീട്ടിലിരുന്ന് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കണം, ഡ്രോപ്പ് ഡൗൺ ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് പിന്നെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ്റെ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പിന്നീടാണെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കണം കേട്ടോ. ഇനി മെയിലാണെങ്കിൽ മെയിൽ കൊടുക്കുക, രണ്ടും കൊടുക്കണം. മെയിലും ഉണ്ട്, ഇവിടെ ഫോൺ നമ്പറും ഉണ്ട്, പിന്നെ ക്യാപ്ചർ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.